നമസ്കാരം, ഞാൻ ദീപ്തി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. ഫേസ്ബുക്കിൽ ഉമ്മൻചാണ്ടി VS രാഷ്ട്രീയ സംവാദം ചൂടുപിടിക്കുന്നു. ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ ചോദ്യത്തിന് VSന്റെ മറുപടി. കേസിൽ വിചാരണ കോടതി വിധി അംഗീകരിക്കുന്നു. മറ്റൊരു മേൽക്കോടതി വിധി വരുന്നതുവരെ നിലപാടിൽ മാറ്റമില്ല. പിണറായിക്കെതിരെ പ്രസംഗിക്കാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് തന്റെ പാർട്ടിയിലെയും മുന്നണിയിലെയും സീനിയർ നേതാവാണ് വിജയനെന്ന് VS. ധർമ്മടത്ത് പ്രസംഗിച്ച് തോൽപ്പിക്കാൻ വേറെ ആളെ നോക്കണമെന്നും മറുപടി. TP കേസുമായി ബന്ധപ്പെട്ട നിലപാടുകളിൽ മാറ്റമില്ല. ചന്ദ്രശേഖരന്റെ വധം അങ്ങേയറ്റം അപലപനീയം. RMPയെ ഉപയോഗിച്ച് UDF നടത്തുന്ന രാഷ്ട്രീയ കച്ചവടത്തിന് കൂട്ടുനിൽക്കില്ലെന്നും VS അച്യുതാനന്ദൻ. വേട്ടയാടുന്ന വിവാദങ്ങൾ. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ CPMൽ പുതിയ ബോംബ് പൊട്ടിച്ച VS. കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രി താനാകണമെന്ന് ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ചില മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അതൃപ്തിയുണ്ടെന്നും ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പ്രതിപക്ഷ നേതാവ്. അതേസമയം പരാമർശങ്ങൾ മാധ്യമങ്ങൾ വളച്ചൊടിച്ചെന്ന് VS. താൻ പറഞ്ഞത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പാർട്ടി തീരുമാനിക്കുമെന്ന്. ചില മാധ്യമങ്ങൾ കാണിക്കുന്നത് തെമ്മാടിത്തരമെന്നും വാർത്ത നിഷേധിച്ച് VS അച്യുതാനന്ദൻ. വിവാദ പരാമർശങ്ങൾ പരിശോധിക്കുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ചില മാധ്യമങ്ങൾ പാർട്ടിക്കെതിരെ കള്ളപ്രചരണം നടത്തുന്നു. VSനുള്ള മറുപടി VSനോട് തന്നെ പറയുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി. തന്ത്രങ്ങൾ തേടി. 9,000 കോടിയുടെ വായ്പാ കുടിശ്ശിക നിലനിൽക്കെ രാജ്യം വിട്ട വിജയ് മല്യയെ കുടുക്കാൻ വഴി തേടി കേന്ദ്ര സർക്കാർ. മല്യയെ വിട്ടുകിട്ടാൻ നടപടി സ്വീകരിക്കണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആവശ്യം സംബന്ധിച്ച് നിയമജ്ഞരുമായി ചർച്ച നടത്തിയെന്ന് വിദേശകാര്യ മന്ത്രാലയം. അതേസമയം ബാങ്കുകൾക്ക് നൽകാനുള്ള വായ്പാ കുടിശ്ശികയിൽ 2,468 കോടി കൂടി തിരിച്ചടയ്ക്കാമെന്ന് മല്യയുടെ പുതിയ വാഗ്ദാനം. നേരത്തെ 4,000 കോടി രൂപ തിരിച്ചു നൽകാമെന്ന് മല്യ കോടതിയെ അറിയിച്ചിരുന്നുവെങ്കിലും വാഗ്ദാനം ബാങ്കുകളുടെ കൺസോർഷ്യം തള്ളിയിരുന്നു. ചോരയിൽ മുങ്ങുന്ന വംഗഭൂമി. അക്രമ പരമ്പരകളിൽ മുങ്ങിയ പശ്ചിമ ബംഗാൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 4ാം ഘട്ട വോട്ടെടുപ്പ് തിങ്കളാഴ്ച. പരസ്യപ്രചരണം ഇന്ന് സമാപിക്കും. ഭൂരിപക്ഷം ലഭിച്ചാൽ കോൺഗ്രസുമായി ചേർന്ന് സർക്കാർ രൂപീകരിക്കുമെന്ന CPM നേതാക്കളുടെ പ്രഖ്യാപനം വോട്ടെടുപ്പിൽ പ്രതിഫലിക്കും. 49 മണ്ഡലങ്ങളിലേക്കാണ് 4ാം ഘട്ട പോളിംഗ്. അതേസമയം വ്യാഴാഴ്ച നടന്ന 3ാം ഘട്ട വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട അക്രമങ്ങളിൽ മരിച്ചത് 2 CPM പ്രവർത്തകർ. ആക്രമണത്തിന് പിന്നിൽ തൃണമൂൽ കോൺഗ്രസ് നേതാക്കളെന്ന ആരോപണവുമായി സീതാറാം യെച്ചൂരി. അടിയന്തര നടപടി ആവശ്യപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് യെച്ചൂരിയുടെ കത്ത്. ചരിത്രം തിരുത്തുന്ന ചൂട്. വെന്തുരുകുന്ന വേനൽ ചൂടിൽ വലഞ്ഞ് കേരളം ഉൾപ്പെടെ തെക്കൻ സംസ്ഥാനങ്ങൾ. രാജ്യത്ത് ഈ വർഷം അനുഭവപ്പെടുന്നത് ചരിത്രത്തിലെ ഏറ്റവും കടുത്ത വേനൽക്കാലമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. കൊടും ചൂടിന് പിന്നിൽ പസഫിക് സമുദ്രത്തിൽ തുടരുന്ന എൽ നിനോ പ്രതിഭാസമെന്നും വിശദീകരണം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2,760 രൂപ. പവൻ 22,080 രൂപ. വെള്ളി ഗ്രാമിന് 55 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.